ഹലോ മക്കളെ, നമുക്ക് തെർമോഡൈനാമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ ന്യൂമറിക്കൽസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പം ന്യൂമറിക്കൽസ് വളരെ എളുപ്പമാണ് ആക്ച്വലി. അത് നിങ്ങൾ സൈൻ കൺവെൻഷൻ ഒക്കെ നോക്കി ചെയ്താൽ എളുപ്പമാണ്. പക്ഷേ തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ തന്നെ ഒരു ഏരിയയാണ് എൻതാൽപ്പി ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ. അത് കുറച്ച് എസ്എസ് ലോ അല്ലേ, അതൊക്കെ എളുപ്പമാണ്. പക്ഷേ അതിന്റെ കറക്റ്റ് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ചെയ്തു തീർക്കാം. മാക്സിമം ഒരു 3-4 ചോദ്യങ്ങൾ ന്യൂമറിക്കൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തിയററ്റിക്കൽ ചോദ്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് ഓടിച്ചാടി പഠിച്ചെടുക്കണം. ഓക്കെ, യെസ്. എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിൽ കിടക്കാം. തെർമോഡൈനാമിക്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. സോ എന്താണ് എക്സ്റ്റെൻസീവ് എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്കിന് എപ്പോഴും ചോദിക്കുകയാണ് എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. 2 മാർക്കിന് ചോദിക്കും. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിക്കണം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ മാറ്റർ പ്രസന്റ് സിസ്റ്റം. അതായത് സിസ്റ്റത്തിന്റെ അകത്തുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. സോ 2 തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടാവും. ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി 2 തരത്തിലുള്ള പ്രോപ്പർട്ടികളുണ്ട്. ഇന്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അങ്ങനെ ഓർത്തിരിക്കേണ്ടത് ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻ ഇല്ലടാ, ഇൻ. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ്, അങ്ങനെ ആലോചിച്ചാൽ മതി. എക്സ്റ്റൻസീവ് വരുമ്പോൾ ദാറ്റ് ഈസ് ഡിപെൻഡന്റ്. റെഡി അല്ലേ? ഞാൻ എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ പഠിക്കാം. നിങ്ങൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വോളിയം, ലെങ്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഇതൊക്കെ എന്താ മക്കളെ? എക്സ്റ്റൻസീവ്. എക്സ്റ്റൻസീവ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിപെൻഡന്റ് ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ, പ്രഷർ, മോളാർ, വോളിയം, ഡെൻസിറ്റി ഒക്കെ എന്താണ്? ഈ മക്കളെ മോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? മോളാർ എന്ന് പറയുമ്പോൾ എവിടെ നിങ്ങൾ മോളാർ കണ്ടോ അതൊക്കെ എന്താ മക്കളെ? അതൊക്കെ എന്തായിരിക്കും? അതൊക്കെ ഒരു കോളേജ് പറഞ്ഞെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. മോളാർ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇന്റൻസീവ്. അതിന്റെ റീസൺ എന്താണെന്ന് പറയാം മക്കളെ. മോളാർ വോളിയം, ഫോർ എക്സാമ്പിൾ മോളാർ മാസ് ഒരു മോളിന്റെ കണക്കാണ് പറയുന്നത്. അപ്പൊ അത് എന്തില്ല, അതിപ്പോ നിങ്ങൾ നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോള്, ഒരു കിണർ എടുക്കുക. ആ കിണറുള്ള വെള്ളത്തിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 18 ഗ്രാം ആണ്. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 18 ഗ്രാം ആണ്. അപ്പൊ അതുകൊണ്ട് എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ത്, ഈ മോള് വരും, മോളാർ പറയുമ്പോൾ. അപ്പൊ മോളാർ മാസ് ആണ്, മോളാർ വോളിയം ആണെങ്കിലൊക്കെ എന്താണ് ഇൻഡിപെൻഡന്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതുകൊണ്ട് ഇത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ വരുന്ന മറ്റൊരാളാണ് ആര്, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 2 ലിറ്റർ ഒരു ബീക്കർ എടുക്കുന്നു. 2 ലിറ്റർ വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 100°C ആണെന്ന് വിചാരിക്കും. 100 ആണെന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ലിറ്റർ ബീക്കറിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഒരു ലിറ്റർ ഇതിലേക്ക് വരുന്നു, 1 ലിറ്റർ ഇതിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ 100°C ടെമ്പറേച്ചർ 50°C ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് 2 ലിറ്റർ 100°C ആണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവന്റെ ടെമ്പറേച്ചർ എത്ര തന്നെയായിരിക്കും മക്കളെ? 100°C തന്നെയായിരിക്കും. ഇവന്റെ 100°C തന്നെയായിരിക്കും. മാറ്റമില്ല. വിച്ച് മീൻസ് എന്താണ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഇവന്മാരൊക്കെ എന്താ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ കാര്യമാണ് നിങ്ങൾ ഓർത്തിട്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താ, അത് നമ്മൾ 500 ml എടുക്കുകയാണെങ്കിലും 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്, സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ നമ്മൾ വോളിയം, ലെങ്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി ഒക്കെ എന്താണ്, എൻതാൽപ്പി ഒക്കെ എന്താണ്, എൻട്രോപ്പി, ഇതൊക്കെ എന്താണ്, ഡിപെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓർത്ത് വെക്കണം. ശരിയല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് സാധനമാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കും. എന്ത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, function or property depend only on the initial and final state of the system is called as state function. അതായത് മക്കളെ, ഈ ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതായത് അത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഇടയിലുള്ള അത് എങ്ങനെയാണ് അതിന് പാത്ത് ഫോളോ ചെയ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഈ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ പാത്ത് ഫോളോ ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നോക്കുക. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി ഒക്കെ എന്താണ്, ദാറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ദാറ്റ് ഇസ് ഹീറ്റ് ആൻഡ് വർക്ക്, ഇന്റേണൽ എനർജി ഒക്കെ എന്താണ്, പാത്ത് ഫംഗ്ഷൻ ആണ്. അതായത് മക്കളെ, നമ്മൾ ഹീറ്റ് എടുക്കുക അല്ലെങ്കിൽ വർക്ക് എടുക്കുക. വർക്ക് ഇടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം
ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ ഒരു ഓട്ടോമേഷൻ നടത്തുകയാണെങ്കിൽ ആ ഓട്ടോമേഷത്തിൽ തുടങ്ങുമ്പോൾ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇനീഷ്യൽ പോയിന്റ് തുടങ്ങുന്നു, അതിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാറില്ല. നിങ്ങൾ ഫൈനൽ പോയിന്റിൽ കംപ്ലീറ്റ് ആകുമ്പോൾ ആരാണ് ജയിക്കുന്നത് അത് മാത്രമേ നോക്കാറുള്ളൂ. അതായത് ഇതിന്റെ പാത്ത് ഫോളോവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഓടുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഇടയിലുള്ള ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ വർക്ക് തന്നെ അതുപോലെ ഹീറ്റ് ഒക്കെ എന്താണ്, ഹീറ്റ് വർക്ക് ഒക്കെ എന്താണ്, അത് പാത്ത് ഫംഗ്ഷൻ. അതായത് ഓരോരോ സംഭവങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ തുടങ്ങിയത് മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നു. റെഡി അല്ലേ? അപ്പം അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഹീറ്റ് വർക്ക്, ഇന്റേണൽ എനർജി ഒക്കെയാണ്. ഓക്കെ, സോറി ഹീറ്റ് വർക്ക്, ഇന്റേണൽ എനർജി സോറി ഹീറ്റ് വർക്ക് കേട്ടോ, ഹീറ്റ് വർക്ക് ഒക്കെയാണ് എന്ത് പാത്ത് ഫംഗ്ഷൻ വരുന്നത്. അതിന്റെ സ്റ്റേറ്റ് ഫംഗ്ഷൻ വരുന്നത് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ഒക്കെയാണ്. റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ കൃത്യം പഠിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഓർക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണ്, ഇന്റേണൽ എനർജി ഉണ്ട്, പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ഇതൊക്കെ എന്താ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ വരുന്ന എക്സാമ്പിൾസ് ആണ്. പാത്ത് ഫംഗ്ഷൻ ആകെ രണ്ടെണ്ണം നിങ്ങൾ പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണത്, പാത്ത് ഫംഗ്ഷൻ പഠിക്കാൻ ഏതൊക്കെയാണ്, ഹീറ്റും വർക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നിങ്ങളോട്, ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ എന്നാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റ് ആണ് അല്ലെ. ഈ ഹീറ്റ് എന്താ, പാത്ത് ഫംഗ്ഷൻ ആണ്. ഡബ്ല്യൂ എന്താ, അതും പാത്ത് ഫംഗ്ഷൻ ആണ്. പക്ഷേ ഡെൽറ്റ യു എന്താ, അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം രണ്ട് പാത്ത് ഫംഗ്ഷൻ കൂടുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയി മാറിയിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം, നല്ലതായിരിക്കും. റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഗീവ് ദ മാത്തമാറ്റിക്കൽ ഫോം. അറിയാം എന്താണ് ഈ സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്നുള്ള കാര്യം. അതായത് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്ന് പറയുന്ന യൂണിവേഴ്സ്. നമ്മളൊരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു സംഭവം ഒരു റിയാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാ ഭാഗവും എന്താണ്, യൂണിവേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളം പ്ലസ് ആ പാത്രം ഈസ് സിസ്റ്റം. പുറത്തുള്ള ബാക്കി ഏരിയകളൊക്കെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ നടക്കുന്ന സ്ഥലമാണ്, അതിന്റെ പുറത്തുള്ള ഭാഗം സറൗണ്ടിങ് എന്ന് വിളിക്കുന്നു. സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടുമ്പോഴാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്, സിംപ്ലി പറയുകയാണ്, സ്റ്റേറ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എന്തായിരിക്കും, സീറോ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊരു തിയറം ആണെങ്കിൽ ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂ. ഒരു കാര്യം ചോദിക്കുന്നത് നിങ്ങളോട്, നമുക്ക് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിസ്റ്റത്തിനകത്തുള്ള മൊത്തം എനർജി, അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വൈബ്രേഷൻ എനർജി എല്ലാം കൂടി എനർജിയാണ് ഇന്റേണൽ എനർജി പറഞ്ഞത്. ആ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇല്ലടോ, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് അറിയത്തില്ല, നമുക്ക് കാണാത്ത ഒരുപാട് എനർജികൾ ഉണ്ടാവും. നമുക്ക് എന്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് ക്യൂ ഡബ്ല്യൂ അറിയെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്, ആൻഡ് ഒരു വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നു, ആൻഡ് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂ ഡബ്ല്യൂയും കിട്ടും. ആ ക്യൂ ഡബ്ല്യൂയും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ചേഞ്ച് ഇൻ എനർജി, ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഈ കോൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റേണൽ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചേഞ്ച് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും ഈ റിലേഷൻ ഒക്കെ. ഡെൽറ്റ എച്ച് ഇസിക്കൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഇസിക്കൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അടുത്തൊരു ഇമ്പോർട്ടന്റ് സാധനമാണ് ഹെസസ് ലോ. ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കും. ഇതാണ് ഹെസസ് ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. എന്താണ് ഹെസസ് ലോ എന്ന് പറഞ്ഞാൽ, റിയാക്ഷൻ നടക്കുകയാണ്, ആ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് നമ്മൾ പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും ഉണ്ട്. അതുപോലെ ആ ഒരു സാധനം ഫോർ എക്സാമ്പിൾ എ എന്ന് ഡി ആവുന്ന വിചാരിക്കും, ഒരു റിയാക്ഷന് എ ഡി ആവുകയെന്ന് വിചാരിക്കും, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് വിചാരിക്കാം. ഈ എ തന്നെ എനിക്ക് വേണമെങ്കിൽ മൾട്ടി സ്റ്റെപ്പ്, അതായത് ഒരുപാട് സ്മോൾ സ്റ്റെപ്പ് കൊണ്ടും ഡിയിലേക്ക് എത്താം. അതായത് ഇപ്പം എ എന്ന് ബി ആയി, ആ ബി സി ആയി, എന്നിട്ട് സി ഡി ആവാം. അങ്ങനെ മൾട്ടി സ്റ്റെപ്പിലൂടെ റിയാക്ഷൻ നടക്കാം. സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കാം, മൾട്ടി സ്റ്റെപ്പിലൂടെ നടക്കാം. എ എന്ന് ഡി ആവാൻ എടുക്കുന്ന എൻതാൽപ്പി ചേഞ്ച് നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് വിചാരിക്കും. എ എന്ന് ബി ആവാൻ ഡെൽറ്റ എച്ച് വൺ ആണ്, ബി സി ആവാൻ ഡെൽറ്റ എച്ച് ടു ആണ്, സി ഡി ആവാൻ ഡെൽറ്റ എച്ച് ത്രീ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ, അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്റ്റെപ്പിലൂടെ, അതായത് മൾട്ടി സ്റ്റെപ്പിലൂടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വൺ ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ എന്നാണ് പറയാം. മനസ്സിലാവുന്നത്? ഇതാണ് എൻതാൽപ്പി ഓഫ്, ഇതാണ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് വായിക്കാം, കാരണം നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ലോ സ്റ്റേറ്റ് ദാറ്റ് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് എ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. അതായത് എൻതാൽപ്പി ചേഞ്ച് ടോട്ടൽ എന്തായിരിക്കും, ചേഞ്ച് എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. എങ്ങനെ, ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും അത് സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞത്, ഹെസസ് ലോ പറയുന്നത്. ഓർ ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. അതായത് മക്കളെ, അത് ഏത് പാത്തിലൂടെ നടന്നുള്ളതിന് എന്ത് ചെയ്യുന്നില്ല, യാതൊരു റെലവൻസും ഇല്ല.
ഇതിന് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് എ പോയിന്റും ഡി പോയിന്റിനും ഇടയിലുള്ള മാത്രം എന്താൽപ്പി ചേഞ്ച് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇത് നോക്കുന്നില്ല അത് എക്ക് പോയി ബിക്ക് പോയി സിക്ക് പോയി ഡിക്ക് പോയി എന്നുള്ള കാര്യമൊന്നും നോക്കുന്നില്ല. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. യെസ്. ഇനി നിങ്ങൾ നോക്കിയേ ഈ കാര്യം സിസ്റ്റമിന്റെ കാര്യം ഡെൽറ്റ എച്ച് ഡെൽറ്റ എൽ ടു എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റെഡിയല്ലേ? യെസ്. ഇനി അടുത്തത് ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറഞ്ഞ മക്കളെ? എൻതാൽപ്പി ഫോർമേഷൻ പറയുമ്പോൾ 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യണം. എങ്ങനെ? എലമെന്റൽ സ്റ്റേറ്റ് അതിന്റെ എലമെന്റുകളിൽ നിന്ന് ഇൻ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അതായത് മക്കളെ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയെന്ന് വിചാരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ കാർബൺ അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ഫോമിൽ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എലമെന്റ് ആയിരിക്കണം പ്ലസ് അതിന്റെ സ്റ്റേബിൾ ഫോം എന്ന് പറയുമ്പോൾ കാർബൺ ഫോമുകൾ എന്തൊക്കെയുണ്ട്? ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഒക്കെ ഉണ്ട്. അതിന് ഡയമണ്ട് എന്ന് ഗ്രാഫൈറ്റ് ആണെന്ത് അതിന്റെ സ്റ്റേബിൾ ഫോം എന്ന് പറഞ്ഞാൽ. സോ കാർബൺ അതിന് ഗ്രാഫൈറ്റ് എന്നുള്ള സ്റ്റേബിൾ ഫോം എന്ന് വേണം എന്ത് ചെയ്യാൻ ഫോം ചെയ്യാൻ ഉണ്ടാവാൻ വേണ്ടി എന്തുണ്ടാക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഓക്സിജൻ O2 എടുക്കണം. അല്ലാതെ അറ്റോമിക്കലി അതായത് നമ്മളിപ്പം അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുക? O2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ സ്റ്റേബിൾ ഫോമിലായിരിക്കണം റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്തുണ്ടായിരിക്കണം? 2 മോൾ CO2 ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. 1 മോൾ CO2 ഉണ്ടാവുന്ന കഥയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 1 മോൾ കോമ്പൗണ്ട് ഉണ്ടാവണം ഫ്രം ഹിസ് എലമെന്റൽ സ്റ്റേറ്റ് ഫ്രം സ്റ്റേബിൾ എലമെന്റൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഇതാ is standard enthalpy change for the formation of 1 mole of compound from its elements in their most stable state എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് എലമെന്റുകൾ കൂടി ചേർന്നുണ്ടായിരിക്കും എന്തുണ്ടായിരിക്കണം? 1 മോൾ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് വിളിക്കുന്ന പേരാണത് എൻതാൽപ്പി ഫോർമേഷൻ. എൻതാൽപ്പി ഫോർമേഷൻ. റെഡി ആണോ? യെസ്. യെസ്. ഇനി അടുത്ത കാര്യമാണ് ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. എന്താ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് when 1 mole of ionic compound is formed from its gaseous ion. അതായത് ഇപ്പൊ നമ്മൾ ഒരു സോഡിയം Na+ അയോണും Cl- അയോണും കൂടി ചേർന്ന് NaCl എന്ന് പറഞ്ഞ ഒരു സോളിഡ് കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുകയെന്ന് വിചാരിക്കും. ഒരു 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവാൻ വേണ്ടി ആവശ്യമായ എൻതാൽപ്പി ചേഞ്ച് വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് 1 മോൾ അല്ലെങ്കിൽ 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് അയോണുകൾ ഫോം ചെയ്യാൻ വേണ്ട എനർജിയും എന്ത് തന്നെയാണ്? ലാറ്റിസ് എൻതാൽപ്പിയുമാണ്. നേരെ തിരിച്ചു നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ലാറ്റിസ് എൻതാൽപ്പി കൺസ്ട്രക്ട് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി ഡയഗ്രം അല്ലെങ്കിൽ കൺസിഡർ എൻതാൽപ്പി ഡയഗ്രം ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. അതായത് മക്കളെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന NaClന്റെ ഒരു എൻതാൽപ്പി ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ ഒരു ഡയഗ്രത്തിന് വിളിക്കുന്ന പേരാണ് ബോൺ ഹാബർ സൈക്കിൾ. എന്താ വിളിക്കുക? ബോൺ ഹാബർ സൈക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോൺ ഹാബർ സൈക്കിൾ. 3 മാർക്കിന് എക്സാം ചോദിക്കാറുണ്ട് ബോൺ ഹാബർ സൈക്കിൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ബോൺ ഹാബർ സൈക്കിൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സോഡിയം ക്ലോറൈഡ് ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ 1 മോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ഫ്രം മിസ് അയോൺസ് അതായത് Na+ Cl- കൂടി ചേർന്ന് 1 മോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവാൻ ആവശ്യമായി എൻതാൽപ്പി ചേഞ്ച് വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അത് കുറേ പ്രോസസ്സിലൂടെ അതായത് ഒരുപാട് സ്റ്റെപ്പിലൂടെയാണ് ആ ഒരു പരിപാടി നടക്കുന്നത്. ആദ്യം തന്നെ സോഡിയം എന്ന് പറയുന്നതാണ് സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ് സോഡിയം. സോഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താക്കണം? നമുക്ക് NaCl എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ NaCl എന്ന് പറയുമ്പോൾ ഈ സോഡിയം അതേപോലെ തന്നെ ഹാഫ് ക്ലോറിൻ കൂടി ചേർന്ന് അതായത് Cl2 എന്ന് പറയുമ്പോൾ ക്ലോറിൻ എങ്ങനെ ക്ലോറിൻ ഉണ്ടാവുക? ക്ലോറിൻ Cl2 ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ സ്റ്റേബിൾ എലമെന്റൽ സ്റ്റേറ്റ് അതായത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് ആ ഫോമിലാണ് അത് കമ്പൈൻ ചെയ്യുന്നത് മാത്രം എന്താ ഉള്ളത്? എൻതാൽപ്പി ഫോർമേഷൻ ആവുള്ളൂ. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യാണ് എൻതാൽപ്പി ഫോർമേഷൻ ആവുക. നോക്കിയേ Na+Cl gives NaCl. ഇങ്ങനെ ഇതാണെങ്കിൽ എന്താ തെറ്റാ? കാരണം എന്താ? ക്ലോറിൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ക്ലോറിൻ Cl2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോഡിയം എടുക്കണം, then ഹാഫ് Cl2 എടുക്കണം. അപ്പൊ എന്ത് കിട്ടും? NaCl കിട്ടും. നിങ്ങൾ ആക്ച്വലി സോഡിയം സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയവും ക്ലോറിൻ ഗ്യാസ് സ്റ്റേറ്റിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ് സ്റ്റേറ്റിലാണുള്ളത്. ആ Cl2 കൂടി ചേർന്ന് NaCl ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന സോളിഡ് NaCl ഉണ്ടാവുകയാണ് അതിന് വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl. അതാണ് എൻതാൽപ്പി ഫോർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സാധനം തന്നെ നമുക്ക് പല സ്റ്റെപ്പിലൂടെ നടത്താം. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എൻതാൽപ്പി ചേഞ്ച് തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അവസാനം ഇങ്ങനെ ഉണ്ടാവുന്നത്. അതാണ് SS ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയത്തിനെ നമുക്ക് എന്താക്കി മാറ്റണം? നമുക്ക് Na+ ഗ്യാസസ് ആയി മാറും. കാരണം നിങ്ങൾക്ക് അറിയാം NaCl എന്ന് പറയുന്ന സോളിഡ് അയോണിക് കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്? Na+ അയോണും Cl- അയോണും ഗ്യാസസ് അയോണും കൂടി ചേർന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സോഡിയം എന്ന് പറയുന്ന സാധനം സോളിഡ് ആണ്. അതിന് എന്താക്കി മാറ്റണം? Na+ അയോൺ ആക്കി മാറ്റണം. എന്ത് ചെയ്യും? നമ്മൾ ആദ്യം സോഡിയത്തെ എന്താക്കി മാറ്റി? Na ഗ്യാസ് ആക്കി മാറ്റി. അതിന് വേണ്ട എനർജിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയും. ഇനി സോഡിയം ഗ്യാസ് എന്താക്കി മാറ്റണം? അതിനൊരു ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് എന്താക്കി മാറ്റണം? Na+ ഗ്യാസ് ആക്കി മാറ്റണം. Na+ അയോൺ ആക്കി മാറ്റണം. സോ അതിനെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി എനർജി വിളിക്കുന്ന പേരെന്താ? അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. അയോണൈസേഷൻ എൻതാൽപ്പി അല്ലടാ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. സോ നമ്മൾ ആദ്യം എൻതാൽപ്പി സബ്ലിമേഷൻ കൊടുത്തു, പിന്നെ അയോണൈസേഷൻ എൻതാൽപ്പി ഒഴിച്ചിട്ട് നമ്മൾ ഇലക്ട്രോണെ കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? Na+ അയോൺ കിട്ടി. Na+ അയോൺ കിട്ടി. ഇതേപോലെ നമുക്ക് ആരെ ഉണ്ടാക്കണം? Cl- അയോൺ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ പിന്നെ ഹാഫ് Cl2 ഉണ്ട്. ഈ ഹാഫ് Cl2ന്റെ ഒരു Cl2 Cl ബോണ്ടാണ്. ആ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൊടുക്കണ്ടേ? വേണം.
അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ക്ലോറിൻ ഗ്യാസ് കിട്ടും. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു CL നെയാണ്. അപ്പം എന്റെ കയ്യിൽ എത്ര CL ഉണ്ട്? CL2 മോളിക്കൂൾ ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ഹാഫ് CL2 മോളിക്കൂൾ അല്ലേ, അപ്പൊ ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൊടുത്താൽ മതി. ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൊടുത്താൽ മതി. ഒരു ബോണ്ട് ഡിസോസിയേഷൻ എനർജി പറഞ്ഞത് എന്താണ്? CL2 മോളിക്കൂൾ CL ആക്കാനാണ്. CL2 മോളിക്കൂളിനെ CL രണ്ട് CL ആക്കാനാണ്. എനിക്ക് എന്ത് മതി? ഒരു CL മതി. സോ ഞാൻ എന്ത് ചെയ്യും? ഹാഫ് CL2 നെ CL ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്ത ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? യെസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? CL ഗ്യാസ് കിട്ടും. ഈ CL ഗ്യാസിനെ എനിക്ക് CL മൈനസ് ഗ്യാസ് ആക്കണം. ഞാൻ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കണം. എങ്ങോട്ട്? ക്ലോറിൻ ഗ്യാസിലേക്ക് കൊടുക്കണം. അങ്ങനെ ക്ലോറിൻ ഗ്യാസിലേക്ക് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ആവശ്യം എനർജി വിളിക്കുന്ന പേരെന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താ വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൊടുത്ത് എനിക്ക് എന്താവും? എനിക്ക് ക്ലോറിൻ മൈനസ് ഗ്യാസ് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? Na പ്ലസ് അയോണും കിട്ടി, CL മൈനസ് അയോണും കിട്ടി. റെഡി അല്ലേ? ഇനി ഇവന്മാരെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കണം. ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ കമ്പിനേഷൻ കമ്പൈൻ ചെയ്തിട്ട് NaCl ഉണ്ടാക്കുന്ന ആ ഒരു സിംബലിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഇസ് നോൺ ആസ് ലാറ്റിസ് എൻതാൽപ്പി. ആ എനർജി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഒരു പരിപാടി നടക്കാൻ ആവശ്യമായ സിംഗിൾ സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ അതിന് വേണ്ട എനർജി വിളിക്കുന്ന പേരെന്താണ്? എൻതാൽപ്പി ഫോർമേഷൻ. ഇനി ഇത്രയും റിയാക്ട്, അതായത് ഞാൻ പറഞ്ഞ ഇത്രയും പരിപാടികളിലാണ് ഓരോ സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മൾട്ടി സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അത് നമ്മൾ ബോണ്ട് സബ്ലിമേഷൻ നടത്തി, നമ്മൾ അയോണൈസ് എൻതാൽപ്പി കൊടുത്തു, നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൊടുത്തു, എൻതാൽപ്പി ഇലക്ട്രോൺ എൻതാൽപ്പി കൊടുത്തു, പിന്നെ ലാറ്റിസ് എൻതാൽപ്പി കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? NaCl എന്ന് പറയുന്ന സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ അക്കോർഡിംഗ് ടു ഹെസസ് ലോ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഹെസസ് ലോ, അപ്ലൈ ഹെസസ് ലോ ചെയ്താൽ എന്താ കിട്ടും? എൻതാൽപ്പി ഫോർമേഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി സബ്ലിമേഷൻ പ്ലസ് എൻതാൽപ്പി അയോണൈസേഷൻ പ്ലസ് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. ഇവിടെ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പിയെ കണ്ടുപിടിച്ചുകൂടാ. ഇയാളെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ബാക്കി ആൾക്കാരൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോ അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കി ആൾക്കാരൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. എനിവേ എന്തായാലും കുഴപ്പമില്ല. ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഈക്വൽ എന്തായിരിക്കും? അപ്പം എൻതാൽപ്പി ഫോർമേഷൻ ഇയാളോടെ വെക്കുക, വിളക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക. സോ എൻതാൽപ്പി ഫോർമേഷൻ ഈസ് എൻതാൽപ്പി ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഫോർമേഷൻ മൈനസ് എൻതാൽപ്പി സബ് വെച്ച് പ്ലസ് എൻതാൽപ്പി അയോണൈസ് എൻതാൽപ്പി പ്ലസ് ബോണ്ട് എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ എന്താൽപ്പി ലാറ്റിസ് എന്താൽപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ബോൺ ഹാബർ സൈക്കിൾ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ എക്സാമിന് ചിലപ്പം ഇവിടെ ഓരോ വാല്യൂസ് തന്നിട്ട് നിങ്ങൾ ലാറ്റിസ് എന്താൽപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വാല്യൂകൾ എന്തായാലും ഫോർമേഷന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഒരു 100 ആണെന്ന് വിചാരിക്കും, ഇവന്മാരുടെ വാല്യൂ 50 ആണെന്ന് വിചാരിക്കും, ഇതൊരു 50 ആണെന്ന് വിചാരിക്കും, ഇതൊരു 30 ആണെന്ന് വിചാരിക്കും, ഇതൊരു 40 ആണെന്ന് വിചാരിക്കും, വെറുതെ വിചാരിച്ചോ. ലാറ്റിസ് എന്താൽപ്പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 100 മൈനസ് 50 പ്ലസ് 50 പ്ലസ് 30 പ്ലസ് 40. അങ്ങ് ചെയ്യാം. സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കും 100 മൈനസ്, വെറുതെ ഇതാണ് 100 പ്ലസ് 30 130 170. സോ ഇറ്റ് മൈനസ് 17. ജൂൾ എത്ര? ജൂളിലാണെങ്കിൽ ജൂള് മോൾ എന്താ വെച്ചാൽ കൊടുക്കാം. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി അടുത്തതാണ് വാട്ട് ആർ സ്പോണ്ടേനിയസ് പ്രോസസ്, ഗീവ് എക്സാമ്പിൾ. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്പോണ്ടേനിറ്റിയും അതുപോലെ ഗിബ്സ് എനർജിയുമായി ബന്ധപ്പെട്ട് ചോദ്യം. തെർമോഡൈനാമിക്സ് ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഗിബ്സ് ഫ്രീ എനർജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്തായാലും ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, അത് എക്സ്റ്റേണൽ എനർജി സഹായമില്ലാതെ നടക്കുന്നത് നാച്ചുറൽ നടക്കുന്ന പരിപാടിയൊക്കെ എന്താ? സ്പോണ്ടേനിയസ് എന്നാണ് പറയാം. ഫീസിബിൾ എന്നൊക്കെ പറയും, ഫീസിബിലിറ്റി എന്ന് സ്പോണ്ടേനിറ്റി എന്നൊക്കെ പറയാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മെൽറ്റിംഗ് ഐസ് മെൽറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവാപറേഷൻ ഓഫ് വാട്ടർ, ഇതൊക്കെ എന്താ മക്കളെ? ഇതൊന്നും ആരും സഹായം വേണ്ട, ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്റ്റേണൽ ഏജന്റ് സഹായം ഇല്ലാതെ നടക്കുന്ന പരിപാടികളൊക്കെ എന്താണ്? അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, ഇനി എന്താണ് വാട്ട് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആവാനുള്ള ക്രൈറ്റീരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞ മക്കളെ, ഇത് എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എക്സ്റ്റേണൽ ഏജന്റ് സഹായമില്ല നടക്കുന്ന പ്രോസസ്സുകളൊക്കെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്കൊരു ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഫ്രീ എനർജിയാണ്, അവൈലബിൾ എനർജി ടു ഡു യൂസ്ഫുൾ വർക്ക്. സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അവൈലബിൾ എനർജിയാണ് ടു ഡു യൂസ്ഫുൾ വർക്ക് ഈസ് നോൺ ആസ് ഡെൽറ്റ ജി അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഫ്രീ എനർജി. ഇനി അതിന് ഇക്വേഷൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ വാല്യൂ ഡെൽറ്റ എച്ച് ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവും. ആ പ്രോസസ് എന്താവും? സ്പോണ്ടേനിയസ് ആവും. ആ സ്പോണ്ടേനിയസ് ആവണമെന്ന് ആലോചിച്ച് കോമൺസ് ആലോചിച്ച് ഈ വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് എന്ത് സംഭവിക്കണം? ഡെൽറ്റ എസ് എന്ത് സംഭവിക്കണം? ആലോചിച്ച് നോക്കും. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കുറയാന്ന് പറയുമ്പോൾ ഈ വാല്യൂ കുറയൂലേ? കുറയും. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ ഈ വാല്യൂ കൂടൂലേ? കൂടും. അപ്പം ചെറിയ വാല്യൂ ഇത് വലിയ വാല്യൂ ആകുമ്പോൾ ടോട്ടൽ എന്തായി മാറും? അത് ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. ഇപ്പം ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 2 ഒരു 10 ആണെന്ന് വിചാരിക്കും. ടി ഡെൽറ്റാസിന്റെ വാല്യൂ, ടിയുടെ വാല്യൂ എന്താണ് കുഴപ്പമില്ല, 1 ആയിരിക്കും. ടിയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. ഡെൽറ്റാസിന്റെ വാല്യൂ ഒരു 5 ആണെന്ന് വിചാരിക്കും. 1 × 5. ഡെൽറ്റ ജിയുടെ വാല്യൂ എത്ര? 5 ആണ്. അപ്പൊ ഞാൻ എന്റെ വാല്യൂ മാറ്റാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ഡെൽറ്റാസിന്റെ വാല്യൂ കുറച്ചു, ഞാൻ എന്താക്കുന്നു? 5 ആക്കുന്നു. 5 ആക്കി. അപ്പൊ 5 മൈനസ് ഡെൽറ്റാസിന്റെ വാല്യൂ ഞാൻ കൂട്ടി. ഞാൻ ഡെൽറ്റാസിന്റെ വാല്യൂ എന്താക്കി? ഒരു 6 ആക്കി വിചാരിക്കും, അല്ലെങ്കിൽ 6 ആക്കി വിചാരിക്കും. അപ്പൊ 6 × 5 എത്രയാ? 6 × 1 ആണ് ടിയുടെ വാല്യൂ.
സോ 6 5 മൈനസ് 6 എന്നാണ് -1. അപ്പൊ എന്തായി മാറി? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയി. എന്റെ അർത്ഥം അത്രയേ ഉള്ളൂ മക്കളെ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കുറയ്ക്കുകയും ഡെൽറ്റ എസിന്റെ വാല്യൂ കൂട്ടിയാലും മതി. മനസ്സിലാവുന്നു? അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് ആകും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അല്ലേ? അപ്പൊ ഡിഗ്രീസ് ഇൻ എനർജി ആൻഡ് ഇൻക്രീസ് ഇൻ ഡിസോർഡേഴ്സ്, അതായത് എനർജി കൂട്ടുകയും അതേപോലെ എനർജി കുറയ്ക്കുകയും ചെയ്താൽ എന്താവും മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റാസിന്റെ വാല്യൂ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആവുകയും ആ പ്രോസസ് എന്തായി മാറും? സ്പോണ്ടേനിയസ് പ്രോസസ് ആയി മാറുകയും ചെയ്യും. അപ്പം ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, ഡെൽറ്റ പോസിറ്റീവ് ആവുകയും മൊത്തം ഡെൽറ്റ ജി എന്താകണം? നെഗറ്റീവ് ആവുകയും വേണം. മനസ്സിലായോ? യെസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്തത് ഡിഫൈൻ എൻട്രോപ്പി. വാട്ട് ഇസ് യൂണിറ്റ്? എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. അതായത് ഒരു ഇപ്പം നമ്മളിപ്പം സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? മോളിക്കൂൾ തമ്മിൽ ഫാർ അപ്പാർട്ട് ആവുകയും ആ മോളിക്കൂളിന് ഒരു റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം എന്ത് ചെയ്യും? അതിനകത്തുള്ള ഡിസോർഡർനെസ് കൂടും. അപ്പം എൻട്രോപ്പി കൂടി എന്നാണ് പറയാം. ആ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴും വീണ്ടും മോളിക്കൂൾ തമ്മിൽ ഫാർ അപ്പാർട്ട് ആവുകയും ഇന്റർ മോളിക്കുലർ ഫോഴ്സ് കുറയുകയും ആ മോളിക്കൂൾ ഇങ്ങനെ പാറി നടക്കാൻ തുടങ്ങുകയും അതിന് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് കൂടി എന്നുമാണ് പറയാം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ സോളിഡ് ലിക്വിഡായി ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്തത് അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? യൂണിറ്റ് എന്ന് ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. എന്താണ്? അപ്പൊ എൻട്രോപ്പിയുടെ യൂണിറ്റ് എന്താണ്? എൻട്രോപ്പിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ മോൾ ആണ്. ജൂൾ കെൽവിൻ മോൾ ആണെന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരുന്നാൽ മതി. റെഡി അല്ലേ? യെസ്. ഇനി വാട്ട് ഹാപ്പൻസ് ടു എൻട്രോപ്പി ഡ്യൂറിംഗ് ദ ഫോളോവിങ് ചേഞ്ചസ്? താഴത്തെ എന്തെങ്കിലും ചേഞ്ച് എന്തെല്ലാം എൻട്രോപ്പി സംഭവിക്കും? ഗ്യാസ് കണ്ടൻസ് ലിക്വിഡ്. ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആകുമ്പോൾ എന്താ സംഭവിക്കടാ? ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കുറയാണ് ചെയ്യുക. എൻട്രോപ്പി കുറയും. കാരണം എന്താ? ഗ്യാസ് ആകുമ്പോൾ മോളിക്യൂൾസ് ഫാർ അപ്പാർട്ട് നല്ലോണം എൻട്രോപ്പി ഉണ്ടാവും. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് വരും. അപ്പൊ എന്തെങ്കിലും എൻട്രോപ്പി കുറയും. കാൽഷ്യം കാർബണേറ്റ് എന്ത്? സോളിഡ് ആണ്. അതെന്തായാലും മാറി? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മാറി. വിച്ച് മീൻസ് ഇത് സോളിഡ് എന്തായിട്ടാണ് മാറുന്നത്? സോളിഡ് ആക്ച്വലി ഗ്യാസ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സോളിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക. എൻട്രോപ്പി ഇൻക്രീസസ്. Then state the second law of thermodynamics. The second law of thermodynamics പറയുന്നത് it states the entropy of the universe always increases. എപ്പോഴും എൻട്രോപ്പി എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എവരി സ്പോണ്ടേനിയസ്, അതായത് നമുക്ക് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ എപ്പോഴും എൻട്രോപ്പിയുടെ അളവ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസിംഗ് എന്നാണ് ആര് പറഞ്ഞത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി എന്താണ് ഗിബ്സ് എനർജി? ഓൾറെഡി പറഞ്ഞു. അതിന്റെ ക്രൈറ്റീരിയസ് ഫോർ സ്പോണ്ടേനിയസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എന്താ ഗിബ്സ് എനർജി പറഞ്ഞത്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി that can be converted to useful work is known as Gibbs free energy. അതായത് ഒരു സിസ്റ്റത്തിനകത്തുള്ള അവൈലബിൾ എനർജിയാണ് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനകത്തുള്ള അവൈലബിൾ എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഗിബ്സ് ഫ്രീ എനർജിയുടെ ചേഞ്ച്, അതായത് ഡെൽറ്റ ജി ചേഞ്ച് ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിയാക്ഷൻ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ നമുക്ക് എന്ത് പറയാൻ പറ്റും? പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആണെന്നും ഡെൽറ്റ ജി നെഗറ്റീവ് അല്ല എങ്കിലും നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ഷുഡ് ബി നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള 3 ചോദ്യങ്ങൾ, 3 ഒരു 5 ന്യൂമറിക്കൽസ് കൊടുത്തിട്ടുണ്ട്. 5 ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും? ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്ന കോൺസെപ്റ്റ് പറഞ്ഞു. ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ എന്തൊക്കെ നടക്കണം മക്കളെ? ഒന്ന് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം, കുറയണം. നെഗറ്റീവ് അല്ല കുറയണം. ഡെൽറ്റ എസ് പോസിറ്റീവ് കൂടണം. ഇനി ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലുള്ള കണ്ടീഷൻസ് കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്താവും? സ്പോണ്ടേനിയസ് ആവും എന്ന കാര്യം. പ്രോസസ് എന്താവും? സ്പോണ്ടേനിയസ് ആവും. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. Reversible isothermal expansion for one mole of ideal gas at 27 degrees Celsius from a volume of 10 decimeter cube to volume of 20 decimeter cube എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യത്തിന് പ്രത്യേകത എന്താണ്? അത് വർക്ക് ഫോർ റിവേഴ്സിബിൾ ഐസോതെർമൽ. റിവേഴ്സിബിൾ ആണ്, ഇറവേഴ്സിബിൾ അല്ലേ? റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ എന്താ? റിവേഴ്സിബിൾ ഇക്വേഷൻ എല്ലാവർക്കും ഒരു മൈനസ് പി ഡെൽറ്റ വി ആണ്. ഇറവേഴ്സിബിൾ ആണെങ്കിലോ -2.303 NRT log V2 by V1 അല്ലെങ്കിൽ V final by V initial. ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് റിവേഴ്സിബിൾ ആണ്. സോ അതിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. W is equal to എക്സ്പാൻഷൻ ഇക്വേഷൻ എന്താണ്? -2.303 NRT log V final V2 divided by V1. ഇതാണ് സംഭവം. റെഡി അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയത്തിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 20 ഡെസിമീറ്റർ ക്യൂബ് ആയി മാറി. ഫൈനലി ഇനീഷ്യൽ എന്താണ്? 10 ആണ്. നമുക്ക് എന്ത് ഓരോന്നും കൊടുക്കാം. -2.303. എന്നിന്റെ വാല്യൂ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 മോൾ ആണ്. സോ എന്നിന്റെ വാല്യൂ 1 ആണ്. ആറിന്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ ആറിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. സോ 8.314 ആണ്. ദെൻ ടിയുടെ വാല്യൂ എത്രയാണ്? ടിയുടെ വാല്യൂ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവൻ എന്താക്കണം? നമ്മൾ കെൽവിനിലേക്ക് മാറ്റും. സോ 27 പ്ലസ് 273 കെൽവിൻ കൊടുത്താൽ 300 കെൽവിൻ ഉണ്ടാകും. റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ 300 ഇൻറ്റു ലോഗ് V2 by V1. V2 എന്ന് പറയുന്നത് ഫൈനൽ വോളിയം ആണ്. സോ ലോഗ് V2 20 ഡിവൈഡ് ബൈ 10. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം.
ലോഗ് 20/10 എന്ന് പറയുമ്പോൾ ലോഗ് 2 ആണ്. ലോഗ് 2യുടെ വാല്യൂ എത്രയാടാ? ലോഗ് 2 എന്ന് പറയുമ്പോൾ 0.3 ആണ്. ലോഗ് 2ന്റെ വാല്യൂ എത്രയാണ്? 0.3. അപ്പൊ നമുക്ക് എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മീൻസ് 2.3 ഇൻറ്റു 8.3 ഇൻറ്റു 300 ഇൻറ്റു 0.3. ഓക്കെ അല്ലേ? ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും? നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ ഞങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ഓൾമോസ്റ്റ് ആൻസർ വരാൻ പോകുന്നത് എത്ര വെച്ചാൽ ഇവിടെ 3 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 90 ഉണ്ടാകും. 90 ഇൻറ്റു 2.3 8.3 എന്ന് പറയുമ്പോൾ 2.3 3 ഇൻറ്റു 8 24 23 6 2 ഇൻറ്റു 8 16. ഓക്കെ, സോ 19 ഇൻറ്റു ചെയ്തതിന് ഓൾമോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 19 ഓൾമോസ്റ്റ് 1700 റേഞ്ചിലാണ് ആൻസർ ഉണ്ടാവും. 1700. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1746.46 ജൂളാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. സോ അത് മൈനസിലാണ്, -2.3 ആണ് മൈനസ് വാല്യൂ ആണ് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ ആർ 40 ആൻഡ് 108.8 ആണ്. ദ ഫീസിബിലിറ്റി ഓഫ് റിയാക്ഷൻ 27 ഡിഗ്രി സെൽഷ്യസ്. ഫീസിബിലിറ്റി ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ എന്ത് ജസ്റ്റ് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എന്നാണ് ഇക്വേഷൻ. സോ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 40.63 കിലോ ജൂൾ ആണ്. നിങ്ങൾ ജൂൾ കൺവേർട്ട് ചെയ്യണം. ജൂൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 40,630 മൈനസ് ടി ഡെൽറ്റാസ്. ടി എത്രയാണ്? 300 കെൽവിൻ ആണ്. ഡെൽറ്റ എത്രയാണ്? 108.8 ജൂൾ ആണ്. അപ്പൊ ഇത് ജൂളാണ്, ഇത് ജൂൾ, ഇത് കിലോ ജൂൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ജൂൾ, ഏറ്റവും നല്ല എന്താണ് കിലോ ജൂൾ ജൂൾക്കാക്കിയിട്ട് ഒരേ യൂണിറ്റിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7890 ജൂൾ പെർ മോൾ കിട്ടും. പോസിറ്റീവ് വാല്യൂ. അപ്പൊ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഉറപ്പിക്കുക ഡെൽറ്റ ജി എന്താണ്? പോസിറ്റീവ് ആണ്. സോ അത് നോൺ സ്പോണ്ടിനിയസ് ആണ്. എന്താ ആ റിയാക്ഷൻ പ്രത്യേകത? അത് ഫീസിബിൾ അല്ല, റിയാക്ഷൻ നടക്കത്തില്ല. എക്സ്ചേഞ്ചിന്റെ സഹായത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ, അല്ലാതെ എന്തില്ല, റിയാക്ഷൻ നടക്കൂല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ ഫ്രം ദ ഫോളോവിംഗ് ഡാറ്റ. ക്വസ്റ്റ്യൻ എല്ലാവരും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എൻതാൽപ്പി ഫോർമേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ എൻതാൽപ്പി ഫോർമേഷൻ മീഥേൻ എന്ന് പറയുന്നത്, മീഥേൻ എന്ന് പറയുന്ന ഒരു മോൾ മീഥേൻ ഉണ്ടാവുക, അതിന്റെ എലമെന്റ്, അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് മീഥേൻ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാക്കുന്നതല്ല. അതായത് കാർബൺ പ്ലസ് 2H2 gives CH. ഇതാണ് എന്റെ ജനറൽ ഇക്വേഷൻ. അതായത് C പ്ലസ് 2H2 gives CH4. ഈ കാർബൺ എന്തായിരിക്കണം? അത് ഗ്രാഫൈറ്റ് ആയിരിക്കണം. ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിപ്പിക്കാൻ പറ്റുമോ? അതായത് ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. കാരണം എന്തായാലും ഫോർമേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ തന്നിരിക്കുന്ന ഈ 3 ഓപ്ഷൻസ് ഉണ്ടോ നോക്കിക്കേ. ഉണ്ടോ? കണ്ണോടിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് കാർബൺ ലെഫ്റ്റ് സൈഡിലാണ് നോക്കണേ. കാർബൺ ലെഫ്റ്റ് സൈഡിലാണ്. കാർബൺ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. കാർബൺ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. റെഡി ആണല്ലോ? കാർബൺ ലെഫ്റ്റ് സൈഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ നിങ്ങളുടെ മെയിൻ ഇക്വേഷൻ കാർബൺ ലെഫ്റ്റ് സൈഡിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇക്വേഷന് മാറ്റം വരുത്തണ്ട. ഇയാൾ നോ ചേഞ്ച്, ഇയാൾക്ക് ചേഞ്ച് വരുത്തണ്ട. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയും ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് 2 ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? 1 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ വിത്ത് 2 ചെയ്യണം. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. മൂന്നാമത്തെ ഇക്വേഷനിൽ മീഥേൻ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? ഈ മീഥേൻ ഇവിടെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. മൂന്നാമത്തെ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യണം. ഇനി നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഈ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അതാണ് എന്തായാലും ഫോർമേഷൻ മീഥേൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നാമത്തെ വാല്യൂ എന്താ? ദാറ്റ് ഇസ് -393.7 പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഈ വാല്യൂ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു -285.8 മൈനസ് എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ആ റിയാക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. ഇത് മൈനസ് ചെയ്യേണ്ടത് മൈനസ് വാല്യൂ റിവേഴ്സ് ചെയ്യണം. അതായത് -890 എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലസ് ആക്കണം. പ്ലസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് 890.4. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ -393.7 പ്ലസ് നിങ്ങൾ 2 ഇൻറ്റു 255 പറയുമ്പോൾ ഏകദേശം ഒരു -571.6 പ്ലസ് 890.4. ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? -74.9 എന്ന് കിട്ടും. -74.9 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അത്രയും കിലോ ജൂൾ പെർ മോൾ ആണ് നിങ്ങൾ എന്താൽപ്പി ഫോർമേഷൻ മീഥേൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെത്തേഡ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. അതിലേക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? യെസ്.
ഇനി അടുത്തത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. ഡെൽറ്റ ജി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നു കഴിഞ്ഞാൽ ഡെൽറ്റ ജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ പഠിച്ചാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു എന്ന ഇക്വേഷൻ മക്കളെ 2.303 RT log k. ഇവിടെ n ഇല്ല കേട്ടോ, ഇവിടെ n ഇല്ല, n ഇല്ല. നമ്പർ ഓഫ് മോൾസിനെ പറ്റി ഇവിടെ പറയുന്നേ ഇല്ല. ഡെൽറ്റ ജി ഈക്വൽ ടു -2.303 RT log k എന്നാണ്. എല്ലാ വാല്യൂ തന്നും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2.303 into r ന്റെ വാല്യൂ 8.314, r ന്റെ വാല്യൂ നമുക്കറിയാം, r ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? r യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314, ടെമ്പറേച്ചർ 298 ആണ്. ലോഗ് k യുടെ വാല്യൂ എത്രയാണ്? k യുടെ വാല്യൂ 2.47 into 10⁻⁻29 എന്നാണ്. ആ വാല്യൂ കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റർ യൂസ് ചെയ്തതിന് കറക്റ്റ് ആൻസർ, അതായത് 163 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ അവസാന ചോദ്യമാണ്. അതായത് ടെമ്പറേച്ചർ എബോവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡെൽറ്റാച്ചിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഈ ചെങ്ങൈന്റെ വാല്യൂ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ സ്പോണ്ടേനിയസ് ആവും. അപ്പൊ തൽക്കാലം നമ്മൾ ടെമ്പറേച്ചർ 0 അല്ലെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെന്ന് കൊടുക്കാം. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തായിരിക്കും? അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടി ഡെൽറ്റ എസ്. അപ്പം ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അപ്പം ഈ വാല്യൂ കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടിയ വാല്യൂ ആണെങ്കിൽ ഡെൽറ്റ ജി എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് മുകളിലുള്ള ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഡെൽറ്റ ജി നെഗറ്റീവ്. കാരണം എന്താ? ഇപ്പം നിങ്ങൾ കൊടുത്ത ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി ഡെൽറ്റ ജി എന്താ? നെഗറ്റീവ്. കാരണം ഈ വാല്യൂ കൂടുമ്പോൾ ഈ വാല്യൂ കുറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാരണം എന്താ? ഈ വാല്യൂ കൂടുമ്പോൾ സ്വാഭാവികമായും ഡെൽറ്റ ജിന്റെ വാല്യൂ കുറയും. അപ്പം നമുക്ക് ഈ ടെമ്പറേച്ചർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഡെൽറ്റ ജിന്റെ വാല്യൂ നെഗറ്റീവ് ആവും, അത് സ്പോണ്ടേനിയസ് ആവും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന വാല്യൂ ഡെൽറ്റ ജിന്റെ വാല്യൂ ഇവിടെ കിലോ ജൂളിലാണ്. ജൂൾ കൺവേർട്ട് ചെയ്യുക. കാരണം എന്താ? ഡെൽറ്റ എസിന്റെ വാല്യൂ ജൂളിലാണ്. ഒരേ യൂണിറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താണ്? റേഷ്യോ എടുക്കുമ്പോൾ കട്ട് ചെയ്ത് പോയിക്കോളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കൊടുക്കാം 490 into 1000. കാരണം എന്താ? അത് കിലോ ജൂൾ ആക്കണം. ഡിവൈഡ് ബൈ 198. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും മക്കൾ? നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2474 എന്ന് കിട്ടും. അത്രയും കെൽവിനാണെന്ത് നമ്മുടെ ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിലും വലിയ ടെമ്പറേച്ചർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇവിടെ പറയാത്ത 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോണ്ട് എന്തായാലും അറ്റോമൈസേഷൻ അതുപോലെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഒരു മിഥൈൻ എന്ന് പറയുന്ന സാധനം, മിഥൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? CH 4 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. 4 ഹൈഡ്രജൻ ബോണ്ട് അല്ല, 4 CH ബോണ്ടുകൾ ഉണ്ടാവും. അപ്പം ഓരോ CH-നെയും പൊട്ടിക്കാൻ ആവശ്യമായ എനർജിയാണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഒരു അറ്റോമൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഈ CH4 മൊത്തം പൊട്ടിക്കാൻ ആവശ്യമായതാണ് അറ്റോമൈസേഷൻ എനർജി. ഓക്കെ, അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് CH എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റോമൈസേഷൻ എനർജി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബോണ്ട്സ്. ഇവിടെ 4 ആണ് നമ്പർ ഓഫ് ബോണ്ട്സ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക. ഇതിനപ്പോൾ ന്യൂമറിക്കൽസുകൾ ചെയ്യണം, പ്രീവിയസ് ഇയർ ചെയ്യണം. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ ഫുൾ സെറ്റ് ആക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.